കൂടിയാണ്. അതേസമയം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് വർഗീയ വോട്ടുകളിലൂടെയാണ് എന്ന CPM നേതാവ് A. വിജയരാഘവന്റെ പ്രസ്താവന ഒറ്റപ്പെട്ടതല്ല എന്ന് ഇപ്പോൾ കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. സംഘപരിവാർ അജണ്ടയ്ക്ക് CPIM കുടപിടിക്കുകയാണ് എന്ന് ഈ വർഗീയ പ്രസ്താവനയിലൂടെ തെളിഞ്ഞിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് കുടപിടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് CPM പോകുന്നത്. സംഘപരിവാർ കുറെ നാളുകളായി കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. CPMന്റെ ഈ ഒരു വർഗീയ പ്രീണന നയമാണ് BJPക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരണയായി മാറിയത്. CPMന്റെ തനിനിറം പുറത്തു വന്നിരിക്കുകയാണ്. അവരുടെ പൊയ്മുഖം അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ മുഖം. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ വിജയരാഘവൻ ഇത് സംസാരിച്ചതും ഇന്ന് വിജയരാഘവനെ പിന്തുണച്ച് CPM നേതാക്കൾ എത്തിയിട്ടുള്ളതും. സംഘപരിവാറിന് CPIM മണ്ണൊരുക്കുകയാണ് എന്ന് മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം ഇന്ന് മുഖപ്രസംഗം എഴുതി. സംഘപരിവാറിന് മണ്ണൊരുക്കുന്നുവോ CPIM എന്ന ശീർഷകത്തിൽ ആണ് സുപ്രഭാതം ഇന്ന് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത്. CPIMലെ വിജയരാഘവന്മാരെ പോലെയുള്ളവരെ തിരുത്താൻ തയ്യാറാവാത്തിടത്തോളം ചവിട്ടി നിൽക്കുന്ന മണ്ണ് സംഘപരിവാർ കൂടാരത്തിലേക്ക് ഒലിച്ചു പോകുമെന്നാണ് പ്രധാനമായും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. CPIM വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ നടത്തിയ പ്രസംഗമാണ് മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയെ ചൊടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ വോട്ട് നേടിയാണ് എന്നതായിരുന്നു വിജയരാഘവന്റെ പ്രസംഗം. ഇതിനെയാണ് രൂക്ഷമായ ഭാഷയിൽ സുപ്രഭാതം മുഖപ്രസംഗത്തിലൂടെ വിമർശിച്ചത്. CPIM വോട്ടിനു വേണ്ടി